രാജ്യത്തെ ജനങ്ങളോട് വിദേശയാത്ര നടത്തരുത്, സ്വർണം വാങ്ങരുത്, എണ്ണ വാങ്ങരുത്, കുക്കിംഗ് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കണം എന്നൊക്കെ ഉപദേശം നൽകിയിട്ട് നരേന്ദ്രമോദി 5 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് യാതൊരു മടിയും കൂടാതെ പോയത്. പറയുന്നത് തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടിയാണ് ഈ വിദേശ ടൂറുകൾ നടത്തുന്നത് എന്നാണ്. എന്നാൽ ലോകത്തിലെ വേറെ ഒരു രാജ്യത്തലവനും അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം വിദേശയാത്രകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദാനിക്ക് ബിസിനസ് നേടിക്കൊടുക്കുക, ജനങ്ങളുടെ ചിലവിൽ ടൂർ അടിക്കുക എന്നിവ മാത്രമാണ് ഈ യാത്രകളുടെ ലക്ഷ്യം എന്ന് രാജ്യത്തെ വിവേകമുള്ള ജനങ്ങൾക്ക് എല്ലാം അറിയാം. ഇത്രയേറെ വിദേശയാത്രകൾ നടത്തിയിട്ട് രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഇപ്രാവശ്യം നടത്തിയ 5 രാജ്യങ്ങളുടെ ടൂറിൽ ആദ്യം എത്തുന്നത് UAE-യിൽ ആണ്. അവിടെ വെച്ച് മോദി കാണിക്കുന്ന അറപ്പുളവാക്കുന്ന ചില ആംഗ്യങ്ങളും കൊച്ചുകുട്ടികൾ പുസ്തകം നോക്കി വായിക്കുന്നത് പോലെ സന്ദേശം എന്ന പേരിൽ നടത്തുന്ന ക്രിഞ്ച് പ്രസംഗവും കാണുമ്പോൾ ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെയാണല്ലോ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തോന്നും. ഇക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മോദിയുടെ വിദേശയാത്രകളെല്ലാം റീൽ ഉണ്ടാക്കുന്നതിനും അതുവഴി മന്ദഭക്തരെ സുഖിപ്പിക്കുന്നതിനും ആണ് മോദി ഉപയോഗിക്കുന്നത്. UAE-യിൽ എത്തിയ ശേഷം മോദി ട്വിറ്ററിൽ പങ്കുവച്ചതാണ് ഇത്. അബുദാബി എയർപോർട്ടിൽ വന്ന് എന്നെ സ്വീകരിച്ചതിൽ ഞാൻ UAE-യുടെ പ്രസിഡന്റായ എൻ്റെ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന് നന്ദി അറിയിക്കുന്നു. മുസ്ലിമായ UAE ഷെയ്ഖ് മോദിയുടെ സ്വന്തം സഹോദരൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മോദിക്ക് നുഴഞ്ഞുകയറ്റക്കാരും വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുന്നവരും. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ കാണുമ്പോൾ മോദി വിമാനത്തിൽ നിന്ന് അകലെ വെച്ച് തന്നെ ചിറക് വിരിച്ച് പക്ഷിയെപ്പോലെ പറന്നാണ് എത്തുന്നത്. മോദി തന്നെ പങ്കുവച്ച ആ വീഡിയോയിൽ നിന്നുള്ള ഈ ഭാഗം കാണുമ്പോൾ എത്ര ചീപ്പാണ് ഇതെന്ന് വ്യക്തമായി മനസ്സിലാകും. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. വിമാനത്തിന്റെ വാതിൽക്കൽ നിന്നും വളരെ അകലെ നിന്ന് ചിറക് മുഴുവനായി വിരിച്ചാണ് സ്ലോ മോഷനിൽ ഷെയ്ഖിനെ കെട്ടിപ്പിടിക്കാൻ ആവേശത്തോടെ എത്തുന്നത്. വിമാനം ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ഭാര്യയെ കണ്ട് ആശ്ലേഷിക്കാനായി പറന്നു വരുന്ന ഭർത്താവിനെ പോലെയുണ്ട്. വളരെയേറെ ആളുകളാണ് ഈ നാണംകെട്ട പെൻഗ്വിൻ പക്ഷിയെ പോലെയുള്ള മോദിയുടെ പറക്കലിനെ ട്രോൾ ചെയ്യുന്നത്. ഇതേ വീഡിയോ തന്നെ വളരെ സ്ലോ മോഷനിലാക്കി നിമോ യദുവംശി എന്നയാൾ പങ്കുവച്ചത് കാണുമ്പോൾ എത്ര ചീപ്പാണ്, ക്രിഞ്ചിയാണ്, അറപ്പുളവാക്കുന്നതാണ് മോദിയുടെ ഈ നാടകമെന്ന് വ്യക്തമായി മനസ്സിലാവും. മോദിയുടെ മുഖത്തെ ആ ഭാവം കണ്ടോ? എങ്ങനെയാണ് അത് വിശദീകരിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. പുന്നല്ല് കണ്ട എലിയെപ്പോലെ എന്നാണോ? അതേസമയം UAE പ്രസിഡന്റ് വളരെ എലഗൻ്റായാണ് ഹഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. മോദിയെപ്പോലെ ചിറക് മുഴുവനായി വീശി വിരിച്ചു പിടിക്കുന്നില്ല. അതുപോലെ ഷെയ്ഖിനെ കെട്ടിപ്പിടിച്ച് പുറത്ത് തട്ടുകയാണ് മോദി തെരുതെരെ. സാധാരണ ഹഗ് ചെയ്യുമ്പോൾ പുറത്തു തട്ടുന്നത് ആരെയെങ്കിലും വലിയ നഷ്ടത്തിൽ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തുന്ന അവസരത്തിലൊക്കെ. മോദിയുടെ ഈ വിചിത്രമായ പക്ഷി നടനത്തെ എന്തിനോട് സാമ്യമുള്ളതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരാൾ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം റീലാണ് ഇത്. ഇത് രണ്ടും സൈഡായി കാണുമ്പോൾ എത്ര സാമ്യമുള്ളതാണ് എന്ന് വ്യക്തമായി മനസ്സിലാവും. വളരെയേറെ പേരാണ് ഇതിൻ്റെ ചീപ്നെസ്സിനെ, ക്രിഞ്ചിനെസ്സിനെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടത്. അതിലൊരു പോസ്റ്റാണ് ഇത്. കെബിൻ എന്ന ഈ വ്യക്തി ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹഗ് ചെയ്യുന്നതിനു വേണ്ടി വളരെ നേരം മുമ്പ് ഇയാൾ തൻ്റെ ചിറക് വിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ പെൻഗ്വിൻ പക്ഷിയെ പോലെ ചിറക് വിരിച്ച് പറന്നതിന് ശേഷം ഡെലിഗേഷൻ ലെവൽ മീറ്റിംഗിൽ മോദിയുടെ റിമാർക്സ് കാണുമ്പോൾ 5 വയസ്സുകാരൻ സ്വന്തമായി പ്രസംഗം എഴുതി വായിക്കുന്നത് പോലെയുണ്ട്. മൊത്തം 5 മിനിറ്റ് മാത്രമാണ് മോദിയുടെ ഈ റിമാർക്സ്. അതിൽ ബ്ലാങ്ക് ആയ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ പരമാവധിയുള്ളത് 3 മിനിറ്റ് മാത്രമാണ്. കഴമ്പായി ഒന്നുമില്ല. അതിൽ പ്രധാനമായി പറയുന്നത്, എനിക്ക് ഇത്ര വലിയ സ്വാഗതം നൽകിയതിൽ നന്ദി പറയുന്നു. എൻ്റെ സഹോദരനെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചെങ്കിലും നേരിട്ട് വന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോഴത് സഫലമായി. അതിലെനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു.
ഇന്ത്യയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയതിൽ ഞാൻ നന്ദി പറയുന്നു. UAEക്കെതിരെ ആക്രമണം ഉണ്ടായതിനെ ശക്തമായി അപലപിക്കുന്നു. ഇതുപോലെ കഴമ്പില്ലാത്ത ഏതാനും വാക്കുകൾ കൂടിയും. ഏതാണ്ട് ഇത്ര മാത്രമാണ്. ഇത്ര മാത്രം പറയുന്നതിന് പോലും മോദിക്ക് പ്രസംഗം ആരോ എഴുതി കൊടുത്തിട്ട് നോക്കി വായിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. ആ റിമാർക്സിന്റെ ഏതാനും ഭാഗങ്ങൾ കേട്ടുകൊള്ളൂ. पिछले कुछ समय से आपसे फोन पर तो बात होती रहती थी, परंतु मैं स्वयं आपसे मिलने के लिए बहुत ही बेताब था, आतुर था। मैंने क्यों, लेकिन मुझे ऐसा लग रहा था कि मुझे जितना हो सके उतना जल्दी आपके पास आना चाहिए, आपको मिलना चाहिए। आज आपसे मिलकर के मुझे सचमुच बहुत खुशी हुई है। ब्रदर, जैसा मैंने आपको पहले भी कहा है, यूएई पर हुए हमलों की हम कठोर निंदा करते हैं। यूएई को जिस तरह निशाना बनाया गया है, ये किसी भी रूप में स्वीकार्य नहीं है। ब्रदर, इन कठिन परिस्थितियों में आपने जिस संयम, करेज और विजन का परिचय दिखाया है, यह बहुत ही सराहनीय है। राष्ट्रीय एकता, सुरक्षा और क्षेत्रीय अखंडता को बनाए रखने आपके नेतृत्व में उठाए गए कदमों का हम अभिनंदन करते हैं। कठिन समय यूएई में रहने वाले भारतीय समुदाय की चिंता करने और उनकी देखभाल की, जिस प्रकार से आपने उनको अपने परिवार के सदस्य पर संभाला है, मैं यूएई सरकार का, आपका, रॉयल फैमिली का हृदय से बहुत बहुत आभार व्यक्त करता हूं। യാതൊരു കഴമ്പുമില്ലാത്ത ഷെയ്ഖിനെ പുകഴ്ത്തുന്ന ഇത്തരം വാക്കുകൾ പറയാൻ പോലും മോദിക്ക് പുസ്തകത്തിൽ നോക്കി വായിക്കാതെ അത് ഹിന്ദിയിൽ പറയാനറിയില്ല എന്ന് പറയുമ്പോൾ ഏതുതരം പ്രധാനമന്ത്രിയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ലോകത്തിൽ മറ്റൊരു നേതാവും ഉണ്ടാകില്ല ഇതുപോലെ കഴമ്പില്ലാത്ത നാണംകെട്ട പുകഴ്ത്തൽ വിദേശ രാജ്യങ്ങളുടെ നേതാക്കളെ അവരുടെ മുൻപിൽ വെച്ച് നടത്തുന്നത്. അതിനു പോലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പുസ്തകത്തിൽ നോക്കി വായിക്കണം. അങ്ങനെ വായിക്കുന്നതിനും വല്ലവരും എഴുതി കൊടുക്കണം. അല്ലാതെ സ്വന്തമായി രണ്ട് വാക്ക് പറയാൻ മോദിക്ക് അറിയില്ല, കഴിയില്ല. വലിയ മിടുക്കനാണ്, പ്രഗത്ഭനാണ്, കഴിവുള്ളവനാണ് എന്ന് ഇതിൽ നിന്ന് 100% വ്യക്തമാകുമല്ലോ. എന്നാൽ UAEയുടെ പ്രസിഡന്റ് തന്റെ പ്രസ്താവന നോക്കി വായിക്കാതെ ഒരു പുസ്തകത്തിലും നോക്കാതെയാണ് പറഞ്ഞത്. ലോക നേതാക്കൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ മറ്റ് ലോക നേതാക്കൾ ഇങ്ങനെയുള്ള മുക്തകണ്ഠ പ്രശംസയല്ല നടത്തുക, മറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രസ്താവന നടത്തുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാവുമ്പോൾ ബുള്ളറ്റ് പോയിന്റുകൾ ചില നേതാക്കൾ കുറിച്ചു വയ്ക്കും, അത്രമാത്രം. അല്ലാതെ കുഞ്ഞുപിള്ളേർ വായിക്കുന്നത് പോലെ മുഴുവനായി എഴുതി കൊടുത്തത് നോക്കി വായിക്കുകയല്ല ചെയ്യുക. നാട്ടിലെ മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുകയും UAEയിലെ ഷെയ്ഖിനെ കണ്ടപ്പോൾ അകലെ നിന്ന് തന്നെ ചിറക് മുഴുവനായി വിരിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്ത മോദിയുടെ ചെയ്തികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?